ഹായ് ഗൈസ്, നമുക്കിന്നൊരു ചിക്കൻ കറി ഉണ്ടാക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ 2 കിലോ ചിക്കൻ എടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നല്ലപോലെ വൃത്തിയായിട്ട് കഴുകിയെടുത്ത് അതിലേക്ക് 1.5 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റ്, 1 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ ഗരം മസാല ഇതെല്ലാം ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് പെരട്ടി ഒരു അരമണിക്കൂർ ഫ്രീസറിൽ വയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള സവാള എടുത്തിട്ട് നമ്മൾ കുക്കറിൽ വെച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. സവാള പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ വേവിച്ചെടുക്കുന്നത്. ഇനി നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമ്മൾ പാം ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നമ്മുടെ ചിക്കനെല്ലാം പെറുക്കി നമ്മൾ വറുത്തെടുക്കുന്നു. എന്നിട്ട് ഈ എണ്ണയിലേക്ക് തന്നെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന സവാളയും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് 1 ടീസ്പൂൺ ഉപ്പും കൂടി നമ്മൾ ഇട്ട് കൊടുത്തു. എന്നിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ നിറമൊക്കെ ഒന്ന് മാറി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരു 2 തക്കാളി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ തക്കാളി ഒന്ന് വഴന്ന് വരുമ്പോഴേക്കും ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചിയും 1 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും നമ്മൾ ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഇതും നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഒരു ടീസ്പൂൺ കുരുമുളകും 1 ടീസ്പൂൺ ഗരം മസാലയും 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി നമ്മൾ ചേർത്ത് കൊടുത്തു. മുളക് പൊടി ഓൾറെഡി നമ്മൾ വറുത്തെടുത്ത ചിക്കൻ്റെ എണ്ണയിൽ തന്നെ ആയതുകൊണ്ട് മുളകിൻ്റെ ഫ്ലേവേഴ്സ് ഉള്ളതുകൊണ്ടാണ് മുളക് പൊടി കുറച്ച് കൊടുത്തിട്ട്. ഇനി ഇതിലേക്ക് വറുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ എടുത്തിട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി നമുക്ക് വാങ്ങി വയ്ക്കാം. നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്.